മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 13/5/1986 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. പുണർദമാണ് നക്ഷത്രം. പുണർദം 1-ാം പാദം. പുരുഷ ജാതകമാണിത്. ധനുലഗ്നം. ലഗ്നത്തിൽ കുജൻ 2 ശൂന്യം, 3-ൽ ലഗ്നാധിപനായ വ്യാഴം, 4 ശൂന്യം, 5-ൽ സൂര്യൻ, ബുധൻ, രാഹു, 6-ൽ ശുക്രൻ, 7-ൽ ചന്ദ്രൻ, 8, 9, 10 ഭാവങ്ങൾ ശൂന്യം, 11-ൽ കേതു, 12-ൽ ശനി, ഗുളികൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. വിവാഹ സംബന്ധമായി നല്ല രീതിയിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. നിർഭാഗ്യവശാൽ അതിൽ പലതിനും കാരണം ഇദ്ദേഹത്തിൻ്റെ ടോക്സിക് ആയിട്ടുള്ള ചിന്താഗതികൾ തന്നെയാണ്. വ്യാഴലഗ്നം. ലഗ്നത്തിൽ കുജൻ. ലഗ്നത്തിലേക്ക് ശനിയോടൊപ്പം നിൽക്കുന്ന ഗുളികൻ്റെ ദൃഷ്ടി. അതുപോലെ തന്നെ 1, 2, 3, 4, 5, 6, 7, 8, 9 രാഹു നിൽക്കുന്ന രാശിയിൽ നിന്നും 6, 7, 9, 12 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ രാഹുവിൻ്റെ 9-ാം ദൃഷ്ടിയും ലഗ്നത്തിലേക്കുണ്ട്. അതായത് ലഗ്നത്തിൽ കുജൻ നിൽക്കുന്നു, ലഗ്നത്തിലേക്ക് ശനിയോടൊപ്പം നിൽക്കുന്ന ഗുളികൻ ദൃഷ്ടി ചെയ്യുന്നു. അതുപോലെ തന്നെ അതേ ലഗ്നത്തിലേക്ക് രാഹുവിൻ്റെ 9-ാമത് ദൃഷ്ടി വരുന്നു. വിവാഹകാരകനായ ശുക്രനാവട്ടെ ഗുളികനോടൊപ്പം നിൽക്കുന്ന 1, 2, 3, 4, 5, 6, 7 ശനിയുടെ ദൃഷ്ടിയിലും വരുന്നു. ഇതെല്ലാം തന്നെ വിവാഹ ജീവിതത്തെ കോലാഹലമയമാക്കും എന്നതിൽ തർക്കമില്ല. പൊതുവേ ലഗ്നത്തിൽ കുജൻ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ വിട്ടുവീഴ്ചകൾ അല്ലെങ്കിൽ എടുത്തുചാട്ടം, വിട്ടുവീഴ്ചകൾ കുറവായിരിക്കും, എടുത്തുചാട്ടം കൂടുതലായിരിക്കും. ഞാൻ വിചാരിച്ചതാണ് ശരി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് അംഗീകരിക്കുക, ഈ ഒരു നയം ഇവർ നടപ്പിലാക്കും. അത് അതേപോലെ അനുസരിക്കാൻ തക്ക രീതിയിലുള്ള ഒരാളാണ് പാർട്ട്ണറായി വരുന്നത് എങ്കിൽ വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ പോകും. പ്രശ്നങ്ങളുണ്ട് എന്നിരുന്നാലും. പക്ഷേ ഇദ്ദേഹത്തിന് വന്നിട്ടുള്ളത് ലഗ്നാൽ 5-ൽ മനസ്സിൻ്റെ സ്ഥാനത്ത് കുജൻ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹവും വിട്ടുവീഴ്ച ചെയ്യില്ല. എന്തെല്ലാം വന്നാലും പാറ നിൽക്കുന്നത് പോലെ തന്നെ ആ വ്യക്തിയും നിൽക്കും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. അതായത് ഒരു കയറിൻ്റെ രണ്ടറ്റത്ത് ഈ 2 വ്യക്തികൾ പിടിച്ചു കഴിഞ്ഞാൽ 2 പേരും തുല്യ ശക്തികളാണ്. വിട്ടുമാറില്ല, അല്ലെങ്കിൽ വിട്ടുകൊടുക്കുകയുമില്ല. അവിടെ ജയമാർക്ക് പരാജയമാർക്ക് എന്ന് പറയാൻ കഴിയില്ല. കാര്യം 2 പേരും വിട്ടുവീഴ്ചാ മനോഭാവങ്ങൾ വളരെ കുറഞ്ഞ ആളുകളാണ്. ഇദ്ദേഹത്തിൻ്റെ ലഗ്നത്തിൽ കുജൻ 5-ാം ഭാവത്തിൽ നിൽക്കുന്നത് സൂര്യൻ, ബുധൻ, രാഹു. ഇദ്ദേഹവും അണുവിട വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത മാനസികാവസ്ഥയുള്ള ആളായിരിക്കും. അതുപോലെ തന്നെ 5-ാം ഭാവാധിപനാണ് ഇവിടെ കുജൻ. ആ കുജനാണ് ലഗ്നത്തിൽ ഗുളികൻ്റെയും രാഹുവിൻ്റെയും ദൃഷ്ടിയേറ്റ് നിൽക്കുന്നത്. ഇദ്ദേഹത്തെ സഹിക്കുക ഒരല്പം ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. വളരെ ടോക്സിക് ആയിട്ടുള്ള വൈരാഗ്യ ബുദ്ധി, അല്ലെങ്കിൽ ഇത്തരം ചിന്താഗതികൾ, നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മാത്രമേ എനിക്കൊപ്പം നിൽക്കുന്ന ആളുകൾ അനുസരിക്കാവൂ എന്ന് പറയുന്ന ഒരു മലിനമായ ചിന്തയൊക്കെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആളുകളായിരിക്കും. അത് സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കും. അതിനനുസരിച്ച് നെഗറ്റീവ് അനുഭവങ്ങൾ ഇദ്ദേഹത്തിനും ഉണ്ടാകും, ഇദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആളുകൾക്കും ഉണ്ടാകും. അതുപോലെ തന്നെ പ്രത്യേകിച്ചും വിവാഹ ജീവിതത്തിൽ പ്രത്യേകിച്ചും ഉണ്ടാകും. അങ്ങനെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ 1, 2, 3, 4, 5, 6, 7 7-ാം ഭാവത്തിൽ ചന്ദ്രൻ. 7-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ സൂര്യനോടൊപ്പം കുജൻ്റെ ക്ഷേത്രത്തിൽ, ശത്രുവാണ് കുജൻ, കുജൻ്റെ ക്ഷേത്രത്തിൽ രാഹുവിനോടൊപ്പം നിൽക്കുന്നു. ഒട്ടും നല്ലതല്ല. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒട്ടുമേ നല്ലതല്ല. അസ്വസ്ഥതകൾ, വഴക്കുകൾ, തർക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മനോവിഷമങ്ങൾ പോലെയുള്ള കാര്യങ്ങളെല്ലാം, നിരാശ പോലെയുള്ള കാര്യങ്ങളെല്ലാം ഈ ജാതകത്തിൽ, ഈ ഗ്രഹനിലയിൽ വിവാഹ സംബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ വ്യക്തി അത് അനുഭവിക്കാൻ സ്വന്തം ചിന്തകൾ കൊണ്ട് ബാധ്യസ്ഥനുമാണ്. ഇതൊരു പ്രധാന നെഗറ്റീവ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് വിവാഹകാരകനായിട്ടുള്ള ശുക്രൻ ഗുളികനോടൊപ്പം നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്നതും അങ്ങേയറ്റം മോശമാണ്.
ഇപ്പോൾ ഗുളികനില്ലാത്ത ഒരു ശനിയുടെ ദൃഷ്ടി ആയിരുന്നുവെങ്കിൽ നോർമലി ഒരു അല്പസ്വല്പം ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ശുക്രനെ കൊണ്ട് ഇവിടെ ചിന്തിക്കണം. പക്ഷേ ഗുളികനോടൊപ്പം നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടി എന്ന് പറയുന്നത് ശനിയോടൊപ്പം നിൽക്കുന്ന ഗുളികൻ്റെ ദൃഷ്ടിയും അതുപോലെ തന്നെ ഗുളികനോടൊപ്പം നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടിയും അല്പം കാഠിന്യം കൂടുതൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ബുധദശയാണ് നടക്കുന്നത്. 2020 10-ാം മാസം 19-ാം തീയതി തൊട്ട് 2037 വരെ ഇദ്ദേഹത്തിന് ബുധദശ. ബുധൻ എങ്ങനെയുള്ള ബുധനാണ്? രാഹുവിനോടൊപ്പം നിൽക്കുന്ന, സൂര്യനോടൊപ്പം നിൽക്കുന്ന, കുജൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന, 7-ാം ഭാവാധിപത്യം വഹിക്കുന്ന ബുധൻ. അതിൻ്റെ ദശ നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സമയം വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ അടിക്കടി അല്ലെങ്കിൽ വിട്ടുവിട്ട് ഉണ്ടായേ തീരൂ. അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ആളുകൾ മനസ്സിൽ വെച്ചിരുന്ന് പെരുമാറുന്ന സ്വഭാവമൊക്കെ പല ആളുകൾക്കും കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പല ആളുകളും അതങ്ങ് വിട്ടുകളയും അല്ലെങ്കിൽ അത് മറന്നു പോകും, പല പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് പോകും. ഇദ്ദേഹം അതല്ല, ഈ ചെറിയൊരു കാര്യം ഉണ്ടായാൽ തന്നെ അത് മനസ്സിൽ തളം കെട്ടി നിർത്തും. എന്നിട്ട് അവസരം വരുന്ന സമയത്ത് കൃത്യമായിട്ട് അത് പ്രതിയോഗിക്ക് നേരെ ഉപയോഗിക്കും. ഇവിടെ പ്രതിയോഗി എന്ന് പറയുന്നത് പല സാഹചര്യത്തിലും ഭാര്യയെ ഒരു ശത്രുവായി തന്നെ കാണും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇദ്ദേഹം, അത് ടോക്സിക് മൈൻഡഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു മൈൻഡ് സെറ്റാണത്, ഒരു മാനസികാവസ്ഥയാണത്. വളരെ മലീമസമായിട്ടുള്ള, വളരെ നെഗറ്റീവായിട്ട് കാര്യങ്ങളെ കാണുന്ന, ജീവിതത്തെ കാണുന്ന ആളുകൾക്കാണ് ഇത്തരം ചെറിയ കാര്യങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുകയും അത് അവസരം വരുന്ന സമയത്ത് ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക് നേരെ പ്രവർത്തിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്നത് ഇദ്ദേഹത്തിനകത്തുണ്ട്. കാരണം 5-ാം ഭാവത്തിൽ ഭാവാധിപൻ നിൽക്കുന്നത് തന്നെ ശനിയോടൊപ്പം നിൽക്കുന്ന ഗുളികൻ്റെയും രാഹുവിൻ്റെയും ദൃഷ്ടിയേറ്റിട്ടാണ്. 5-ലാകട്ടെ മനസ്സിൻ്റെ സന്താന സ്ഥാനത്താകട്ടെ രാഹുവുണ്ട്, അറിവിൻ്റെ കാരകനായ 7-ാം ഭാവാധിപൻ കൂടിയായ ബുധനുണ്ട്, സൂര്യനുണ്ട്. ഇതൊന്നും നല്ലതല്ല, ഒട്ടുമേ നല്ലതല്ല. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കൃത്യമായി ആദ്യമേ തന്നെ പ്രായോഗികമായി ചിന്തിച്ച് നെഗറ്റീവുള്ള ഒരു ഗ്രഹനിലയാണ് അല്ലെങ്കിൽ ജാതകമാണ് എന്ന് മനസ്സിലാക്കി ഒരല്പം, ഒരു 50% സ്വയം ഒന്ന് തിരുത്താൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ ബാക്കി 50% കൃത്യമായ ജ്യോതിഷ പരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതല്ല, ഇതിനൊന്നും ബാധകമല്ല, ഞാനാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സംഭവം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളിലൂടെ മാത്രമേ ഈ വ്യക്തി സഞ്ചരിക്കുകയുള്ളൂ എന്നതും ഈ ഗ്രഹനിലയിൽ എഴുതി വച്ചിട്ടുള്ള കാര്യമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുക്കുന്ന സമയത്ത് ഗുരുദശയിലായിരുന്നു ജനനം. പുണർദമാണ് നക്ഷത്രം, ഗുരുദശയിൽ ജനിച്ചു. ജന്മശിഷ്ടം 2001 വരെ ഗുരുദശ, ശേഷം 2020 വരെ ശനിദശ. ശനിദശ എന്ന് പറയുമ്പോൾ ഗുളികനോടൊപ്പം നിൽക്കുന്ന 12-ൽ നിൽക്കുന്ന ശനി, അതായത് ചെലവ്, അമിതമായ ചെലവുകളെ ഇദ്ദേഹം നേരിടേണ്ടി വരും. 12-ലേക്ക് ശനി തന്നെ വളരെ മോശമാണ്. അതല്ല എങ്കിൽ 12-ൽ ഗുളികൻ മാത്രം നിന്നാലും അങ്ങേയറ്റം മോശമാണ്. ഇവിടെ ശനിയും ഗുളികനും നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചിന്താഗതികൾ കൊണ്ട് കാശ് ചെലവഴിക്കുന്നതായി, പണം ഒഴുകി തന്നെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പോകുന്നതായിട്ട് പലപ്പോഴും കാണാൻ സാധിക്കും. അതിന് മറ്റൊരു കാരണം കൂടുണ്ട്. 2-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹമാണ് ഇവിടെ ശനി, ധനസ്ഥാനത്തിൻ്റെ അധിപൻ. ധനസ്ഥാനത്തിൻ്റെ അധിപൻ വ്യയസ്ഥാനത്ത്, അതായത് ചെലവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നു ഗുളികനോടൊപ്പം. അപ്പോൾ ആ ശനി ഇവിടെ 3-ലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നുണ്ട്. 3, 7, 10 ശനിയുടെ ദൃഷ്ടി ചെയ്യുന്ന ഭാവങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ധനസ്ഥാനത്തേക്ക് ഗുളികനോടൊപ്പം നിൽക്കുന്ന ശനി നിൽക്കുന്നു, ചെലവിൻ്റെ അഥവാ വ്യയസ്ഥാനത്തെ ഗുളികനോടൊപ്പം ശനിയും നിൽക്കുന്നു. അങ്ങേയറ്റം പണപരമായിട്ടുള്ള, ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഇടപാടുകളെല്ലാം തന്നെ, ചിലവുകളെല്ലാം തന്നെ ശ്രദ്ധിച്ചു മാത്രമേ പോകാവൂ. അതല്ല എങ്കിൽ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വരാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഈ ധനപരമായിട്ടുള്ള ചിലവുകളൊക്കെ പലപ്പോഴും മറ്റുള്ളവരെ കാണിക്കുന്നതിനോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എന്താണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതാണ് ആ നിമിഷത്തെ ഏറ്റവും വലിയ ശരി. അപ്പോൾ അതിനനുസരിച്ച് പണം ചിലവഴിക്കുക വഴി അതുവഴി ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതൊരു വലിയ ജ്യോതിഷത്തിനപ്പുറമുള്ള വലിയൊരു പ്രായോഗികത കൂടിയാണത്. ചില ആളുകളെയൊക്കെ കണ്ടിട്ടില്ലേ, മറ്റുള്ള ആളുകളെ കാണിക്കാനോ അവർക്ക് അവരുടെ മുന്നിലൊന്ന് ആളാവാനോ ഒക്കെ വേണ്ടി ധനം ചിലവഴിക്കുന്ന, ഓരോ കാര്യങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഒരാൾ 1000 സ്ക്വയർ ഫീറ്റ് വീട് വെച്ചാൽ 1500 വെച്ചേ ഞാൻ മാറൂ, 1500 തനിക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് ചിന്തിക്കില്ല.
അതിനേക്കാൾ വലിയ വീട് എനിക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ ജീവിക്കുന്ന കുറേയധികം വിഡ്ഢികളുണ്ട്. അപ്പോൾ അങ്ങനെ ആയാൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവരവർക്ക് തന്നെ ഉണ്ടാവുള്ളൂ. ഈ കണ്ട് അഭിപ്രായം പറഞ്ഞു പോകുന്ന ആളുകൾക്കാർക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയേയില്ല. അത് പ്രത്യേകം ഇത്തരം ആളുകൾ എടുത്ത് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കേണ്ടതാണ്, പ്ലാൻ ചെയ്യേണ്ടതാണ്. അതിനനുസരിച്ച് പദ്ധതികൾ അനുസരിച്ച് കൃത്യമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുവിധം വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ പോകാൻ സാധിക്കും. അപ്പോഴും വിവാഹ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും 2037 വരെ ബുധദശ, 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ രാഹുവിനോടൊപ്പം നിൽക്കുന്നു. ആ രാശിയുടെ അധിപൻ കുജൻ ലഗ്നത്തിൽ രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റും ഗുളികൻ്റെ ദൃഷ്ടിയേറ്റും നിൽക്കുന്നു. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണത്. അതുപോലെ തന്നെ 2037 ശേഷം ഇദ്ദേഹത്തിന് വരുന്നത് കേതു ദശയാണ്. 2044 വരെ കേതു, 11ലെ കേതു, 11ാം ഭാവാധിപൻ ഗുളികനോടൊപ്പം നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്നു. അതും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ശുക്രൻ 2064 വരെ. പൊതുവേ ഇദ്ദേഹം എല്ലാ സമയത്തും, ഇപ്പോൾ ബുധദശ മാറി കേതു വന്നാലും കേതു മാറി ശുക്രൻ കഴിഞ്ഞാലുമൊക്കെ ഇദ്ദേഹം പൊതുവേ ഒരു കരുതലോടെ വേണം ജീവിതത്തെ കാണാനായിട്ടും ഓരോരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ടും അതനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ടും. അതല്ല, ലഗ്നത്തിൽ കുജനുണ്ട്, എടുത്തുചാട്ട സ്വഭാവം കൂടും. അതിനനുസരിച്ച് എടുത്തു ചാടാൻ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരുമെന്ന കാര്യത്തിൽ ഈ ഗ്രഹനില വെച്ച് തർക്കങ്ങളില്ലാതെ തന്നെ ആ ഒരു കാര്യം അടിവരയിട്ട് പറയാൻ സാധിക്കും. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണത്. ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നടപ്പ് ദശ എന്ന് പറയുന്നത് ബുധദശയിൽ ശുക്രൻ്റെ അപഹാരമാണ്. ബുധൻ 5ൽ നിൽക്കുന്ന, രാഹുവിനോടൊപ്പം നിൽക്കുന്ന, സൂര്യനോടൊപ്പം നിൽക്കുന്ന, കുജൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ബുധൻ, അവിടെ ഗുളികനോടൊപ്പം നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്ന ശുക്രൻ. വിവാഹ സംബന്ധമായിട്ട് തർക്കങ്ങൾക്ക് പറ്റിയ സമയം. അതുപോലെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിണക്കം, പരിഭവം, മിണ്ടാതിരിക്കൽ, ഇത്തരം കലാപരിപാടികളെല്ലാം ഈ സമയത്തുണ്ടാകും. അതങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അതിന് പലപ്പോഴും അതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞു, ഈ വ്യക്തിയുടെ ചിന്താഗതികൾ തന്നെയാണ്. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.